പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. പിന്നെ അദ്ദേഹം ഡീപ്പായിട്ട് ഓരോ പ്രവർത്തകരോടും അവരുടെ വ്യക്തിപരമായ പശ്ചാത്തലം, പിന്നെ കേരളത്തിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1.5-2 മണിക്കൂറോളം അദ്ദേഹം നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്തു. പിന്നെ കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം ഓരോ പ്രവർത്തകർക്കും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം നൽകി. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രവർത്തകനെ അടുത്തറിയുവാനും അവർക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കുവാനുള്ള ഒരവസരം ഉണ്ടായി. അദ്ദേഹം ഡയസിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തകരുടെ ഇടയിൽ വന്ന് ഇരുന്നവർ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ടാണ് സംസാരിച്ചത്. തിരുവനന്തപുരത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള വരട്ടെ, അതെല്ലാം വരും, ഉണ്ടാകും. തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ ഒന്നാമത്തെ 3 നഗരങ്ങളിൽ ഒന്നാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ വന്ന എല്ലാവർക്കും സംസാരിക്കാൻ ഉള്ള അവസരം അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ട എല്ലാവർക്കും കാര്യങ്ങൾ ചോദിച്ചതനുസരിച്ച് ഓരോരുത്തരുടെയും അറിവിനും ഇതൊക്കെ അനുസരിച്ച് മറുപടി പറയാനുള്ള സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, സംസാരിച്ചതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡേറ്റ് ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴേക്കും ഉണ്ടാവുമല്ലോ പ്രചരണത്തിനും. ഈ പൊതു ബഡ്ജറ്റ് ഒരു നിരാശയായിരുന്നു. അപ്പം നല്ല ആത്മവിശ്വാസം നൽകുന്ന ബഡ്ജറ്റാണ്. 5000 കോടി രൂപയാണ് സിറ്റി പ്രധാനപ്പെട്ട നഗരങ്ങൾക്കൊക്കെ വരാൻ പോകുന്നത്. ഇന്ന് മനോഹർലാൽ ഖട്ടാർജി രാവിലെ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ. അത് നേടിയെടുക്കാനുള്ള പരിശ്രമം, അത് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം അഡ്വൈസ് ചെയ്തു. നല്ല ബഡ്ജറ്റില്ലേ? ഓക്കെ, ഇത് തന്നെ.